കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള വാട്ടർ എഫിഷ്യൻ തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജൽജീവൻ പദ്ധതിയിലൂടെ കേരളത്തിലെ 55% ഗ്രാമീണ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാനായി 7 ജില്ലകളിൽ 50% മുകളിൽ കണക്ഷൻ നൽകിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ആളോഹരി ജലലഭ്യത 100 ലിറ്ററാക്കി. മാർച്ചിൽ 115 പഞ്ചായത്തുകളിലും 9 നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണ്ണമായും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിന്റെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. അതിനാൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പല വൻനഗരങ്ങളും നേരിട്ട കൊടുംവരൾച്ച നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധനകൾ നടത്തുന്നതിനും ഉപയോഗ്യമല്ലാത്ത ജലസ്രോതസ്സുകൾ കണ്ടെത്തി ശുചീകരിക്കുന്നതിനും മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അമൃത് പദ്ധതിയുടെ കീഴിൽ പീച്ചിയിൽ 20 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ഒരു ശുദ്ധീകരണശാല സ്ഥാപിച്ചിരുന്നു. 17 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചത്. 3.25 ലക്ഷത്തോളം ആളുകൾക്ക് പ്രയോജനം ലഭിക്കും വിധത്തിലാണ് ആ പദ്ധതി നടപ്പാക്കിയത്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സംവിധാനത്തിന്റെ സമർപ്പണം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ആധുനിക കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ എക്കാലത്തും കേരളത്തിന് മാതൃകയും അഭിമാനവുമാണെന്ന് K രാജൻ പറഞ്ഞു. 5.59 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. ULCC ആണ് കോർപ്പറേഷന് വേണ്ടി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.